നെഗറ്റിവിറ്റി കൊണ്ട് റീച്ച് കിട്ടിയാലേ അത് സക്സസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നു, നമ്മളുടെ സോഷ്യൽ മീഡിയയിലില്ലേ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇതുപോലത്തെ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യണത്. പക്ഷേ ഉണ്ടല്ലോ, ഇവർ ഈ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കായിക്കോട്ടെ ഇത് കാണുന്ന ആൾക്കാർക്കായിക്കോട്ടെ, ഇത് കാണുന്നത് മൂലം എന്താ പറയുക, നല്ലതായിട്ടുള്ളൊന്നും സംഭവിക്കുന്നില്ല, ഫുൾ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ഇങ്ങനത്തെ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന ചാനൽസിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ടുണ്ടല്ലോ എല്ലാം നെഗറ്റീവായിട്ടുള്ള കണ്ടൻസ് മാത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളുടെ സൊസൈറ്റിയിൽ നല്ല കാര്യങ്ങളൊന്നും നടക്കണില്ലേ, എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ മാത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണേന്ന്. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇന്നത്തെ സൊസൈറ്റിയിൽ ഈ നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവം സ്പ്രെഡ് ആവുന്നത് പോലെ വേറൊരു സാധനം ഈസി ആയിട്ട് സ്പ്രെഡ് ആവില്ല. പിന്നെ ഈ നല്ല കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും സന്തോഷം കിട്ടില്ലേ. അപ്പോൾ അത് ഇങ്ങനെ വീഡിയോസ്, നല്ല നല്ല കാര്യങ്ങളുടെ വീഡിയോസ് ചെയ്യുമ്പോൾ ആ വീഡിയോസ് ചെയ്യുന്ന ആൾക്കും സന്തോഷമാണ്, അത് കാണുന്ന ആൾക്കും സന്തോഷമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ പറ്റിയിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു എന്താ പറയുക, അവരുടെ പ്രോബ്ലമായിട്ട് പറയുന്നത് ഓവറായിട്ടുള്ള പ്രൊമോഷൻസാണ്. ഞാനും ഓവറായിട്ടുള്ള പ്രൊമോഷൻ പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. കാരണം നമ്മളിങ്ങനെ ഒരു ക്രിയേറ്ററുടെ വീഡിയോസ് നോക്കുമ്പം എല്ലാം ഇതുപോലത്തെ പെയ്ഡ് പ്രൊമോഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബോറടിക്കും. പക്ഷേ ആ ഒരു റീസൺ കൊണ്ട് മാത്രം അവർക്ക് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ കാര്യം പറയുമ്പോണ്ടല്ലോ, എല്ലാവർക്കും ഒരു സാധനം ഒരേപോലെ വർക്കാവണം എന്നില്ല. കാരണം നമ്മളുടെ സ്കിൻ ടോൺ, സ്കിൻ ടൈപ്പ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് വർക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്താൽ അതവർക്ക് വർക്കാവണം എന്നില്ല. അപ്പോൾ നമ്മളുടെ സ്കിൻ ടൈപ്പിന് ഏത് പ്രോഡക്റ്റാണ് സ്യൂട്ട് ആവാമെന്ന് നോക്കിയിട്ട് വാങ്ങിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഒരു പ്രൊമോഷൻ കണ്ടു, ഞാൻ പോയി വാങ്ങിച്ചു, അതെനിക്ക് സ്യൂട്ടായില്ല, അത് ഒരു പ്രൊമോഷൻ കണ്ടുകൊണ്ട് മാത്രം പോയി വാങ്ങിച്ചിട്ട് നമ്മൾ വേറെ ആരെയും കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഉണ്ടല്ലോ, വേറെ കുറച്ച് പേരുണ്ട്, എന്താ പറയുക, ചില ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരുടെ വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് ഫുൾ നെഗറ്റീവ് കമൻസ് ഇടുന്നവർ. നമ്മളെ ജസ്റ്റ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് അവരുടെ ആരുടെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യം നമ്മൾക്കറിയില്ല. ചിലപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സ്ട്രഗിൾസ്, അവരുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഓവർകം ചെയ്തിട്ട് ജീവിതത്തിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനത്തെ ഓരോ കണ്ടന്റ് ക്രിയേഷനൊക്കെ ചെയ്തിട്ട് ആയിരിക്കും അവരുടെ ജീവിതം ഒന്ന് പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ നെഗറ്റീവ് കമൻസ് ഇട്ട് മൂടുന്നതിന് പകരം അങ്ങനെയുള്ള ആൾക്കാരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ ബോഡി ഷെയ്മിങ്, അതുപോലെ ഈ നെഗറ്റീവ് കമൻസ്, ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു ആളുടെ മനസ്സിന് എത്രത്തോളം എന്താ പറയുക വേദനിപ്പിക്കുന്നുണ്ടെന്നേ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ് യൂട്യൂബ് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നു, അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വന്നിട്ട് അതിനെതിരെ എന്താ പറയുക ക്രിറ്റിസം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ എപ്പോഴും അത് ഹെൽത്തി ആയിരിക്കണം. പിന്നെ ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈവൻ ഈ ചോറ് വെക്കുന്നതായിക്കോട്ടെ, കറി വെക്കുന്നതായിക്കോട്ടെ, ഞാനത് എടുത്തു പറയാൻ കാരണം ഒരുപാട് പേര് അതിനെ കളിയാക്കിയിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതും ഷൂട്ട് ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതിനും എല്ലാവർക്കും, ഏതൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയാലും അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രഗിൾസൊക്കെ ഉണ്ട്. പിന്നെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇതിൽ പ്രൊമോട്ട് ചെയ്യാണ്ട് നമ്മൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ, എല്ലാവരും പോസിറ്റീവായിരിക്കും, നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ. മറ്റൊരാളെ പറ്റിയിട്ട് ഇതുപോലത്തെ നെഗറ്റീവ് കമൻറ്റ്സ് സ്പ്രെഡ് ചെയ്യുമ്പം എനിക്കറിയില്ല അവർക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്നുള്ളത്. പിന്നെ ലാസ്റ്റായിട്ട് ഈ നെഗറ്റിവിറ്റി വിറ്റിട്ടേ റീച്ച് ഒപ്പിക്കണത് മോശമല്ലേ സത്യം പറഞ്ഞാൽ. ഓൺ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സക്സസ് ആവുക, അങ്ങനെ സക്സസ് ആയിട്ട് ഗ്രോത്തായി ഒരു നിലയിലെത്തുമ്പോഴല്ലേ നമ്മൾക്ക് നമ്മളുടെ ആ ഒരു എന്താ പറയുക, നമ്മൾ വിജയിച്ചത് നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. എനിക്കറിയില്ല കേട്ടോ, ഞാനിപ്പം ഈ ഒരു പറയുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടും, എത്ര പേർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഫീൽ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നെഗറ്റീവായാലും പോസിറ്റീവായാലും
ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ശരി.